ഈസ് ദർ എനി റാഷണൽ ബിഹൈൻഡ് കർമ്മ തിയറി? റോങ് ക്വസ്റ്റ്യൻ, വലിയ ചോദ്യമാണ്. കർമ്മ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർമ്മ തിയറി ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട കാര്യം തന്നെയില്ല. ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താകുമോ അതെല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സൈക്ലിക്കലായിട്ട് നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒരാളെ കൊന്നാൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ന്യായീകരണമായി. കാരണം ആസ് പെർ കർമ്മ തിയറി നിങ്ങളുടെ പഴയ പാപഭാരം കാരണമാണ് ഇപ്രാവശ്യം നിങ്ങളൊരു കൊലയാളിയാവുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വിധി മാറ്റാൻ പറ്റില്ല. വിധി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിച്ചക്കാരനായിട്ട് ജീവിക്കുന്നെങ്കിൽ പിച്ചക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിധി. നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഡോക്ടറാവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന തീവണ്ടി അപകടത്തിൽപ്പെട്ട് നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വിധി മാറുന്നില്ലല്ലോ. കർമ്മ തിയറിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ 2 വർഷം പഞ്ഞിയും വെച്ച് പോയി എവിടെയെല്ലാം കിടന്നാൽ മതി. കാര്യം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം തന്നെ അസാധ്യമായി തീരും. മതത്തിന് മരണമുണ്ടോ? അല്ലേ, മരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിന് സ്വാഭാവികമായിട്ടും ജനനമുള്ള സ്ഥിതിക്ക് മരണം എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. കാരണം മതം ക്രമേണ നേർപ്പിക്കപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് വേറെ സ്ഥാപനം വരുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. മതത്തിന് മരണം ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം എത്ര നാൾ എടുക്കും എന്നുള്ളതാണ്. സൂര്യൻ 500 കോടി വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാവും നമ്മൾ കേട്ടു. പക്ഷെ നമ്മൾ 500 കോടി വർഷങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും. അതുപോലെ തന്നെ മതം സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനം കുറഞ്ഞ് ക്ഷയിച്ച് ഇല്ലാതാവും. എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും, ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം ഇല്ലാതെ ഇരുന്നിട്ട് ഉണ്ടായ സാധനമാണ്. എക്കാലവും കുടുംബം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള കൺട്രിയിലൊക്കെ കുടുംബ ബാഹ്യമായിട്ടുള്ള മനുഷ്യൻ്റെ പങ്കാളിത്ത ജീവിതങ്ങൾ നടക്കുന്നുണ്ട്. അത് കുറേ കൂടെ പല രീതിയിലും പോകാം. ഒരു കാര്യവും ശാശ്വതമായി നിലനിൽക്കാൻ പോകുന്നില്ല, എല്ലാം പോവും. മതം കുറേ കൂടെ പുരോഗമന സംഭവങ്ങളിൽ പെട്ടെന്ന് മരിക്കും, അല്ലാത്തടത്തും മരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതൊരു നമ്മുടെ തലമുറയിൽ സാധിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മതത്തിന് മരണമുണ്ടെന്ന് ചോദിച്ചാൽ മരണമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ആദ്യ ഭാഗത്തിൽ താങ്കൾ കൈരളി ചാനലിനെ നിശിതമായി വിമർശിച്ച് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നാസിയൻ്റെ ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വീഡിയോ കാണിച്ചതിൻ്റെ പേരിലായിരുന്നു താങ്കളുടെ വിമർശനം. എന്നാൽ വാസ്തുവിദ്യ, ജ്യോതിഷം, ഓജോ ബോർഡ് തുടങ്ങിയ വിഷയങ്ങൾ മറ്റ് ചാനലുകൾ അഴകുഴമ്പൻ നിലപാടെടുക്കുമ്പോൾ ഇവയെല്ലാം ശുദ്ധ വിഡിതമാണെന്ന് തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി. നേരത്തെ നടത്തിയ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആദ്യത്തതിൽ പോട്ടെ, രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് തെളിവ്? ചോദ്യം ഇതാണ്. വാസ്തു, ജ്യോതിഷം, ഓജോ ബോർഡ് വിഷയങ്ങളിൽ മറ്റ് ചാനലുകൾ അഴകുഴമ്പൻ നടത്ത ശുദ്ധ വിഡിതമാണ് തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി. അത് എവിടെയാണ്, എന്താണ് എൻ്റെ റെഫറൻസ്? അങ്ങനെ ഒരു നിലപാടാണോ കൈരളി ചാനലുള്ളത്? ജസ്റ്റ് കൈരളി ചാനലിന് അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഇറക്കി സാധിക്കുമോ? ഓജോ ബോർഡും ഇതുമൊക്കെ ഇതാണ് എന്നുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി കൈരളി